ഹായ് അസ്സലാമലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ചൂടോടെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ മാത്രമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് കേട്ടോ. ഞാനൊരു 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് നമുക്ക് ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് വട്ടത്തിലാണ് കട്ടാക്കി എടുക്കുന്നത്. ഞാൻ 3 ക്യാരറ്റിൻ്റെ അളവിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് വേകാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇത് വേകാൻ ആവശ്യമായ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ വെള്ളം നമ്മൾ ഈ ക്യാരറ്റ് വേകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയണമെന്നില്ല കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഞാനത് വേവിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു മിക്സിയുടെ ജാറെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ വെള്ളത്തോടുക്ക് തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് കേട്ടോ. ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുള്ള ഒരു 10-15 വരുന്ന ബദാമാണ് എടുത്തത്. ബദാം കയ്യിലില്ലെങ്കിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇപ്പോൾ സോസ് പാനിലേക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പാല് മുഴുവനായി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഈ ഒരു പഞ്ചസാര 1/4 കപ്പ് ചേർത്തത് കറക്റ്റ് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ. ഓവർ മധുരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് ഏലക്കയുടെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പൊടിയില്ലെങ്കിൽ ഒരു 2 ഏലക്കായ ഒന്ന് ചതുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ തിള വന്ന് തുടങ്ങി. അപ്പം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചാടുന്നത് അത് കുറച്ച് ചെറുതായിട്ട് ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അരയാതെ ഉണ്ട്. പിന്നെ ആ ബദാം ചെറുതായിട്ട് അരയാതെയും കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ എന്താ പറയുക ഇടയിൽ ഇങ്ങനെ കട്ടിയായിട്ട് ചാടുന്നത്. ആ കുഴപ്പമില്ല. നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ല ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളച്ച് മറിയേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കുക്ക് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ചെറിയ തരികളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുത്തിമറിഞ്ഞ് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് കൂടി തയ്യാറാക്കി എടുക്കണം. ഇതിപ്പോൾ നോമ്പൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ തരിക്കഞ്ഞൊക്കെ റെഡിയാക്കൂലേ. ആ തരിക്കഞ്ഞൊക്കെ റെഡിയാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ തരിക്കഞ്ഞൊക്കെ കുടിച്ചാൽ നമുക്കൊരു മടുപ്പുണ്ടാവും. അപ്പം അതിന് പകരം ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ റെഡിയാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മളിത് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കുടിക്കുമ്പോൾ എനിക്കതൊരിഷ്ടം ചെറിയ ചൂടോടെ കുടിക്കാനായിട്ടോ. നല്ല കട്ട ചൂടല്ലെങ്കിലും ചെറിയൊരു ചൂടോട് കൂടി കുടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കുടിക്കാൻ ഇഷ്ടമായതെന്നൊന്ന് പറയണം കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഡ്രിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. എല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല ചൂടോടെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. നല്ല ഹെൽത്തിയാണ്. ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് അടിപൊളി ആയിട്ടാണ്. അപ്പം നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇത് വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ.
ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.